നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ, നിങ്ങൾ അവെയർ ആയിരിക്കേണ്ടതുമായ ഒരു പ്രധാന വശത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിലെ കുട്ടി, നമ്മുടെ ഇന്നർ ചൈൽഡ്, അതിനെക്കുറിച്ചാണ് റീഡിങ്. നമ്മൾ എത്രയൊക്കെ വളർന്ന് വലിയ ആളായാലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ആ പഴയ കുട്ടി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച ചില വേദനകൾ, ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയ സ്നേഹവും പരിഗണനയും അംഗീകാരവും ഒക്കെ നമ്മുടെ മനസ്സിൽ വലിയൊരു മുറിവായി അവശേഷിക്കാറുണ്ട്. നമ്മൾ അതൊക്കെ മറന്നു എന്ന് വിചാരിക്കുമെങ്കിലും ഇന്ന് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളെയും നമ്മുടെ പെരുമാറ്റത്തെയും നമ്മൾ അറിയാതെ തന്നെ ഈ പഴയ മുറിവുകൾ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ഈ ടാരോ റീഡിങ്ങിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ വലിയ മുറിവ് എന്താണെന്നാണ്. ആ കുട്ടി ഇന്ന് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ആ വേദനയിൽ നിന്നും മാറി മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് കാർഡുകളിലൂടെ നോക്കാം. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയുടെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ആ കുട്ടി മനസ്സിൽ പേറുന്ന പ്രധാന ഭാവം, നിങ്ങളുടെ പേഴ്സണ അല്ലെങ്കിൽ ആർക്കിടൈപ്പ് എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് വൈൽഡ് അൺനോൺ ആർക്കിടൈപ്പ് കാർഡാണ് നമ്മൾ എടുക്കുന്നത്. ദ ഹാർട്ട്. നമ്മുടെ ചോദ്യത്തിന് ദ ഹാർട്ട്, ഹൃദയം എന്ന കാർഡ് ലഭിച്ചത് വെറുമൊരു യാദൃശ്ചികതയല്ല. യൂണിവേഴ്സ് നിങ്ങളോട് കൃത്യമായി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ കാർഡ് തന്നെ ശക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എല്ലാം തികഞ്ഞ ശക്തയായ അല്ലെങ്കിൽ ശക്തനായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരാളായിരിക്കാം. എന്നാൽ സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ വലിയൊരു ശൂന്യത അനുഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിന്റെ പലവിധ തിരക്കുകൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, നിങ്ങളെ ഏൽപ്പിച്ച അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട, നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, ഇതിന്റെയൊക്കെ പുറകെ ഓടി നടന്ന് എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ വഴിയിൽ എവിടെയോ മറന്നുപോയിട്ടുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടിക്ക് വലിയൊരു മുറിവേറ്റിട്ടുണ്ട്. ഹൃദയത്തിനേറ്റ മുറിവ്. ആരോ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതുപോലെയോ, വിശ്വസിച്ചവർ വഞ്ചിച്ചതുപോലെയോ, അല്ലെങ്കിൽ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുകൾ പലപ്പോഴായി നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ജീവിതം ഒരു ചക്രവ്യൂഹം പോലെ സങ്കീർണമായി തോന്നുമ്പോൾ ശരിക്കുള്ള സമാധാനവും സന്തോഷവും എവിടെയാണ് ഉള്ളതെന്ന് അറിയാതെ നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു എനർജി ബ്ലോക്ക് നിലനിൽക്കുന്നുണ്ട്. കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലോ ഉണ്ടായ ചില വേദനാജനകമായ അനുഭവങ്ങൾ കാരണം ഇനിയും മുറിവേൽക്കരുത് എന്ന ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനു ചുറ്റും ഒരു വലിയ മതിൽ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോഴും സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിന്റെ സിംഹാസനം കുറെ കാലമായി ശൂന്യമായി കിടക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിൽ നിന്നും, ആ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ ഒരുപാട് അകന്നുപോയി എന്നതാണ് ഈ കാർഡ് നമുക്ക് നൽകുന്ന സൂചന. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്ക് ഇപ്പോഴും ആരോടൊക്കെയോ ദേഷ്യവും വിഷമവും ഉണ്ട്. ആ കുട്ടി ഇപ്പോഴും ആ പഴയ സങ്കടങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളിലേക്ക് തന്നെ നോക്കാനും നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന തടസ്സം. എന്നാൽ ഇവിടെ നമ്മൾ ഈ ടോപ്പിക്കിൽ റീഡ് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞ് മറ്റെങ്ങുമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. ആ കുട്ടിക്ക് മറ്റാരുടെയും സ്നേഹമല്ല വേണ്ടത്, നിങ്ങളുടെ സ്നേഹമാണ് ആവശ്യം. നിങ്ങൾ എപ്പോഴാണോ ആ പഴയ മുറിവുകളെയും സങ്കീർണതകളെയും മാറ്റിവെച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരികെ നടക്കുന്നത്, അപ്പോൾ തന്നെ നിങ്ങളുടെ ഹീലിംഗ് പൂർണ്ണമാകും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലയേറിയ ആ ഒരു സിംഹാസനം നിങ്ങളുടെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു ചെല്ലാനാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയല്ല നിങ്ങൾ ഫിസിക്കലി. ആ കുട്ടിയിലേക്കുള്ള ദൂരം എങ്ങനെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒരു മുതിർന്ന ആളുടെ യുക്തികളെല്ലാം മാറ്റിവെച്ച് ഇടയ്ക്കൊക്കെ ഒരു കുട്ടിയെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു പാട്ട് കേൾക്കുക, മനസ്സ് തുറന്ന് നൃത്തം ചെയ്യുക. കുട്ടികൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ആരുമില്ലെങ്കിൽ, ആരുമില്ലാത്ത സമയത്ത് ഒരു കുട്ടിയായി മാറുക.
പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ നിഷ്കളങ്കരായ കുട്ടികളോടും അതുപോലെ വളർത്തു മൃഗങ്ങളോടൊക്കെ ഒപ്പം സമയം ചെലവഴിക്കുക. ഒരു കുട്ടിയെ പോലെ പെരുമാറുക. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞ പഴയ നല്ലൊരു നിമിഷത്തെക്കുറിച്ച് ദിവസവും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. മനസ്സിൽ അതിനെ കാണുക വീണ്ടും വീണ്ടും. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയോട്, ആ കുഞ്ഞിനോട് പറയുക, നീ സുരക്ഷിതയാണ്, നീ സുരക്ഷിതനാണ്, ഞാൻ ഇനി നിന്നെ തനിച്ചാക്കില്ല എന്ന്. നിങ്ങളുടെ ആ ഒരു ഉറപ്പ് മതി. ഇന്ന് ആ കുട്ടിയായി അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ മറ്റൊരാളായി ആ സ്വത്വത്തിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പടിയിറങ്ങി മറ്റൊരാളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ തിരിച്ചതിലേക്ക് ചെല്ലണം. കാരണം നിങ്ങൾ തന്നെയാണ് ആ കുട്ടി. ആ കുട്ടി നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ മാത്രമേ, ആ ഇന്നർ ചൈൽഡ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ, ആ കുട്ടിയോടൊപ്പം ഹൃദയത്തിൽ നിങ്ങൾ ലൈവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പൂർണ്ണത വരുള്ളൂ. അപ്പോൾ സ്വന്തം ഹൃദയത്തിലേക്ക് തിരികെ നടക്കാനും നിങ്ങളെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കാനും ഉള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. കുട്ടിക്കാലത്തുണ്ടായ ഏത് മുറിവ് അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തെയും തീരുമാനത്തെയും പിന്നോട്ട് വലിക്കുന്നത്? കാർഡ് കണ്ടോ? ദ എറ്റേണൽ ചൈൽഡ്. നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിക്ക് ഇപ്പോഴും എന്തിനാണ് ഭയമുള്ളത്? ദ മിറർ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വലിയ തീരുമാനങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ തോന്നുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ കാണാം. ചിലപ്പോഴൊക്കെ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയെ പോലെ മറ്റുള്ളവരുടെ സംരക്ഷണവും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു മറുപുറം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടുന്നതിന് പകരം അതിൽ നിന്നും പൂർണ്ണമായി ഉൾവലിയാനോ അല്ലെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് നടിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ എവിടെയോ ഒരു ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് എപ്പോഴോ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ ഒരു സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ പരിഗണന പൂർണ്ണമായി കിട്ടാതെ പോയതാണ് ഇതിന് കാരണം. നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായ രണ്ട് ചിന്താധാരകൾ തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. അതാണ് ഈ എറ്റേണൽ ചൈൽഡ് എന്ന കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്ക് പ്രായമാകാൻ ഭയമാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. കാരണം മുതിർന്നവരുടെ ലോകം എന്നത് ഉത്തരവാദിത്തങ്ങളും വേദനകളും വഞ്ചനകളും നിറഞ്ഞതാണെന്ന് ആ കുട്ടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഇതിനൊന്നും കഴിയില്ല, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്നൊരു ഒളിഞ്ഞിരിക്കുന്ന ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട്. അത് ഈ കുട്ടിയുടേതാണ്. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത കാർഡായിട്ടുള്ള ദ മിറർ, കണ്ണാടി. നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ഭയത്തെ നിങ്ങൾക്ക് നേരെ തിരിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നതിനെ കുറിച്ചും നിങ്ങളുടെ കുറവുകൾ ലോകം കാണുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് വലിയ ഭയമാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ കാണുന്ന കുറ്റങ്ങളും കുറവുകളും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്ക് നിങ്ങളോട് തന്നെയുള്ള പരാതികളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. നിങ്ങളെ തന്നെ പൂർണ്ണമായി ഫേസ് ചെയ്യാൻ, നേരിടാൻ ഉള്ള ഒരു എനർജി ബ്ലോക്ക് നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കണ്ണാടിയിൽ പോയി സ്വന്തം മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ മുറിവുകളിലേക്ക് തുറന്നു നോക്കാൻ നിങ്ങളുടെ മനസ്സ് മടിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു. പക്ഷെ ഇവിടെ ഈ റീഡിങ് വളരെ വ്യക്തമായിട്ടും ആശ്വാസകരമായിട്ടും ഈ രണ്ട് കാർഡുകളിലൂടെ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ എനർജി വന്നിരിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, ഈ കെട്ടുപാടിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഒരു കുട്ടിയായി ഒളിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സമയമായി എന്ന് ഈ കണ്ണാടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുറവുകളും ഭയങ്ങളും ഉൾപ്പെടെ നിങ്ങളെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ ഭയം മാറിപ്പോകൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ കണ്ട് ഭയന്ന് പിന്മാറരുത്. കണ്ണാടിക്ക് മുന്നിൽ ധൈര്യത്തോടെ ചെന്ന് നിൽക്കുക.
നിങ്ങളുടെ ഉള്ളിൽ ആ കുട്ടിയോട് പറയുക, ആ കുഞ്ഞിനോട് പറയുക, മുതിർന്നവരുടെ ലോകം അത്ര ഭയപ്പെടേണ്ട ഒന്നല്ല. നിന്നെ സംരക്ഷിക്കാൻ, നിനക്ക് കാവലാകാൻ ഇനി ഞാനുണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ പ്രതിസന്ധികളെ മറികടക്കും. നിങ്ങളുടെ ഭയങ്ങളെ ഒളിച്ചു വെക്കാതെ അവയെ തിരിച്ചറിഞ്ഞു മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആ പഴയ കുട്ടിയെ കൈപിടിച്ച് മുന്നോട്ട് നടത്താനുള്ള എല്ലാ ആത്മവിശ്വാസവും കരുത്തും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകും. അത് ഉറപ്പാണ്. നിങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കാൻ യൂണിവേഴ്സ് കൂടെയുണ്ട്. അപ്പോൾ ഈ കുട്ടിയിലേക്ക്, ആ ഹൃദയത്തിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മടി, അത് നിങ്ങളുടെ ഭയം കൊണ്ടാണ്. കുട്ടിയായിരിക്കുമ്പോൾ മാത്രമേ ഒരു സുരക്ഷിതത്വമുള്ളൂ, വലുതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളാണ് എന്ന് ആരെങ്കിലും പണ്ട് പറഞ്ഞ് നിങ്ങളെ ധരിപ്പിച്ചതുപോലും ആകാം ഈ ഒരു പ്രതിസന്ധി നിങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്കുണ്ടായ ഈ മുറിവുകളിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ മുഖം മൂടികൾ, അതായത് കുട്ടിക്ക് ഒരു മുറിവുണ്ടായിട്ടുണ്ട്, ഒരു അസുഖമുണ്ട്, അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ഭയമാണ്. അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ബോധപൂർവം കണ്ടെത്തുന്ന ജമ്പേഴ്സാണ്, കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തടസ്സങ്ങൾ, മാസ്കുകൾ, മുഖംമൂടികൾ, ടൂൾസ് എന്തൊക്കെയാണ് എന്നാണ്. നമുക്ക് 4 കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആനിമ മുണ്ടി, ഡെഡ് എൻഡ്, ദ നെക്ടർ, അപ്പോകോലിപ്സിസ്. ഈ 4 കാർഡുകളിലൂടെ എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നിങ്ങൾ പലപ്പോഴും ഒരു വലിയ ശൂന്യതയിലാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എല്ലാം നന്നായി പോകുന്നു എന്ന് തോന്നുമ്പോഴും പെട്ടെന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രതിസന്ധികളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ നിങ്ങൾ പലപ്പോഴും പുറം ലോകത്തെ, ബാഹ്യ ലോകത്തെ സന്തോഷങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് അമിതമായി ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ശരിയാണോ? അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. അതായത് കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി, കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു മടി, കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഒരു വീർപ്പ് മുട്ടുന്ന അവസ്ഥ, ഇനി എങ്ങോട്ട് പോകണമെന്നറിയാത്ത ആകുലത. പക്ഷെ അതിനെ ശ്രദ്ധിക്കാതെ തിരക്കുകളിലേക്ക് ബോധപൂർവം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മാറ്റിവിടും. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും എപ്പോഴോ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ തകിടം മറിയുന്നത് പോലെയുള്ള വലിയൊരു മാറ്റത്തിന്റെയോ പ്രതിസന്ധിയുടെയോ നിഴലിലാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഈ എനർജി പറയുന്നത്. ആനിമ മുണ്ടി എന്ന ഈ കാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സിലെ, അതായത് പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും കണക്ട് ചെയ്യാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും വലിയൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ്. എന്നാൽ നിങ്ങളുടെ പ്രതിരോധം കിടക്കുന്നത് ഈ ഡെഡ് എൻഡിലാണ്. നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിന് വേദനിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ മനസ്സിനുള്ളിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ തടസ്സമാണിത്. ഇനി മുന്നോട്ട് പോയാൽ എനിക്ക് വീണ്ടും മുറിവേൽക്കും, അതുകൊണ്ട് ഇവിടെ വെച്ചെല്ലാം നിർത്താം എന്നൊരു ചിന്ത നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു കാര്യത്തിലും പൂർണ്ണമായും മുഴുകാതെ ഒരു വഴിമുട്ടിയ അവസ്ഥയിൽ സ്വയം നിന്നുകൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് തടസ്സമായിട്ട് വന്നിരിക്കുന്നത്, കാണിക്കുന്നത് ദ നെക്ടർ എന്ന കാർഡാണ്. ഇതിന്റെ അർത്ഥം ഉള്ളിലെ യഥാർത്ഥ വേദനകളെയും ഭയങ്ങളെയും ഫേസ് ചെയ്യുന്നതിന് പകരം, അഭിമുഖീകരിക്കുന്നതിന് പകരം താൽക്കാലികമായ ആശ്വാസങ്ങളിലേക്ക്, അതായത് അമിതമായ ഫോൺ ഉപയോഗം, താൽക്കാലികമായ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താൽക്കാലിക സന്തോഷങ്ങൾ, അതിലേക്ക് നിങ്ങൾ ഒളിച്ചോടുന്നു എന്നാണ്. ഈ താൽക്കാലിക മധുരം നുകർന്ന് ഉള്ളിലെ മുറിവുകളെ നിങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് അപ്പോകലിപ്സ് എന്ന വലിയ കാർഡ്, വലിയ എനർജി നമുക്ക് വരുന്നത്. നിങ്ങളുടെ ഈ പഴയ രീതികളും ഒളിച്ചോട്ടങ്ങളും ഇനി ഇതേ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നാണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത്.
നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഇപ്പോൾ കൃത്യമായിട്ടറിയാം ഈ മുഖംമൂടികളും താൽക്കാലിക ആശ്വാസങ്ങളും കൊണ്ട് ഇനി കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ പഴയ ലോകം പൂർണ്ണമായി തകരുകയാണെന്നും സത്യങ്ങൾ പ്രകടമാകേണ്ട സമയമായി എന്നും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി എന്നർത്ഥം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ സമയം ഈ റീഡിംഗ് കാണുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ റീഡിംഗ് എന്നാണോ നിങ്ങൾ കാണുന്നത് അന്നാണ് നിങ്ങൾക്ക് അത് കാണേണ്ടത്, അല്ലെങ്കിൽ അത് കാണേണ്ടതിനായിട്ട് യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്നതാണ്. ഇവിടെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു വഴിമുട്ടലിൽ, ഒരു തകർച്ചയിൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല യൂണിവേഴ്സ് ആ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ച ആ പഴയ തെറ്റായ പ്രതിരോധ മതിലുകൾ തകർത്തെറിയുക, ഒരു പുതിയ തുടക്കത്തിലേക്ക് അതുവഴി നിങ്ങളെ നയിക്കുക എന്നതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. പഴയ ഭയങ്ങൾ അല്ലെങ്കിൽ അന്ധമായ ചില വിശ്വാസങ്ങൾ അത് തകരുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്, താൽക്കാലികമായ ചില അഡിക്ഷനുകളിൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മധുരങ്ങളിൽ ഒളിച്ചോടുന്നത് അവസാനിപ്പിക്കുക. വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളെ കണ്ട് ഭയപ്പെടാതെ ഉള്ളിലെ ആ പഴയ മുഖംമൂടികളെ അങ്ങോട്ട് അഴിച്ചു വെക്കുക. നിങ്ങളുടെ ഉള്ളിലെ തകർച്ചകളെയും സങ്കടങ്ങളെയും ധൈര്യത്തോടെ സ്വീകരിക്കുക. അവയോട് പറയുക, പഴയ കെട്ടുപാടുകൾ തകരുന്നത് നിങ്ങളെ ഇല്ലാതാക്കാനല്ല, പുതിയൊരു നിങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ്, പുതിയൊരു ആളായി മാറാൻ വേണ്ടിയിട്ടാണ്. ഈ വലിയ മാറ്റത്തെ ഉൾക്കൊള്ളാനും നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഉണരാനുമുള്ള എല്ലാ ആത്മവിശ്വാസവും ധൈര്യവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കണ്ടു, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് കടുത്ത നൈരാശ്യത്തിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് മനസ്സിലാക്കുന്നത്, ഇനി അങ്ങനെ ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിൽ നിന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട, കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇനി അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് വൈൽഡ്വുഡ് ടാരോ ഡെക്കിൽ നിന്നും കാർഡ്സ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ, നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ സുഖപ്പെടുത്താനും നിങ്ങളെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കാനും നിങ്ങൾ ഇനി എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? Ace of Bowls, Hooded Man, 10 of Vessels, Shaman, 8 of Bows, 7 of Bows, the Ancestor, 10 of Stones. ഇപ്പോൾ നിങ്ങളുടെ പ്രസന്റ് സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ തുടക്കത്തിനായുള്ള വലിയൊരു ആഗ്രഹവും ഊർജവും ഇപ്പോൾ അതിശക്തമായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് ബോസ് ഒരു തുടക്കത്തിന്റെ സ്പാർക്ക് ഓഫ് ലൈഫ് ആണ്. അതായത് എന്തോ ഒരു കാര്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു ആലോചനയിലാണ്. എന്നാൽ അതേസമയം തന്നെ എന്തോ ഒരു കാര്യത്തിനായി നിങ്ങൾ അമിതമായി ധൃതി കൂട്ടുകയോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ ഒരേ സമയം തലയിൽ വന്ന് നിറയുകയോ ചെയ്യുന്നുണ്ട്. അത് ഈ 8 ഓഫ് ബോസ് ഹെർത്ത് ഫയർ എന്ന കാർഡ് സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിവെച്ചതാണ്, ഒരുമിച്ചാണ് വന്നത്, ഒരുമിച്ചാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. 7 ഓഫ് ബോസും വരുന്നുണ്ട്, അതായത് ക്ലിയറൻസ് ആണ്. അതായത് നിങ്ങളുടെ സ്വന്തം അതിരുകൾ സംരക്ഷിക്കാൻ നിങ്ങൾ മറ്റുള്ളവരോട് ഇപ്പോൾ പോരാടേണ്ടി വരുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ഓട്ടത്തിനിടയിലും എപ്പോഴൊക്കെയോ
നിങ്ങൾ ലോകത്തിൽ നിന്നും മാറി തനിച്ചിരിക്കാനും, അതായത് മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും മാറി തനിച്ചിരിക്കാനും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒതുങ്ങാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഹുഡഡ് മാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെർമിറ്റ് കാർഡാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു എനർജി ഷിഫ്റ്റ്, ഒരു മാറ്റം എന്തായാലും സംഭവിക്കുന്നുണ്ട്. ഈ ഹൂഡഡ് മാൻ കാണിക്കുന്നത് നിങ്ങൾ പുറത്തു നിന്നുള്ള ഉപദേശങ്ങൾ തേടി പോകുന്നത് നിർത്തണമെന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ കുറച്ചു സമയം തനിച്ചിരിക്കുക, ഏകാന്തതയിൽ ചെലവഴിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 10 ഓഫ് വെസൽസ് എന്ന കാർഡ്, അതായത് നമ്മുടെ 10 ഓഫ് കപ്സ്. 10 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ വൈകാരികമായ ബ്ലോക്കുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 ഓഫ് കപ്സ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മുൻകാല ബന്ധങ്ങളിൽ നിന്നോ ഉണ്ടായ ചില വൈകാരികമായ മുറിവുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട്. അതിനെ സുഖപ്പെടുത്താൻ ദ ഷാമൻ, അതുപോലെ തന്നെ ദ ആൻസെസ്റ്റർ എന്നീ 2 മേജർ ആർക്കാന കാർഡുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പൂർവികരിൽ നിന്നും അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൈമാറി വന്ന ചില തെറ്റായ ചിന്താഗതികളും ഭയങ്ങളും, അതായത് ജനറേഷണൽ ട്രോമ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ DNA-യിൽ ഉണ്ട് ചില ഭയങ്ങൾ. ജനറേഷനായിട്ട് ഇപ്പൊ നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് നേരിട്ട് അനുഭവിച്ചതാവണമെന്നില്ല. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും DNA നമ്മളിലുണ്ട്. അച്ഛനിലും അമ്മയിലും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഉണ്ട്. അപ്പോൾ നമ്മളിലുള്ളത് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മാത്രമല്ല, അച്ഛന്റെ പാരൻസിന്റെയും അമ്മയുടെ പാരൻസിന്റെയും അവരുടെ ഗ്രാൻഡ് പാരൻസിന്റെയും അവർക്ക് മുകളിലുള്ള തലമുറകളുടെയും എല്ലാം ഒരു ഘടകം നമ്മളുടെ DNA-യിൽ ഉണ്ട്. നമ്മൾ അത് ഹോൾഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ തലമുറകളായി കൈമാറി വരുന്ന DNA-യിൽ അവരുടെ സന്തോഷങ്ങളും കഴിവുകളും താല്പര്യങ്ങളും ട്രോമകളും ദുഃഖങ്ങളും എല്ലാം പേറുന്നുണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് നേരിട്ടുണ്ടായ ഒരു അനുഭവം തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ മുൻ തലമുറകളിൽ നിങ്ങളുടെ പൂർവികർക്ക് അനുഭവപ്പെട്ട എന്തെങ്കിലും ട്രോമയും ആകാം നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത്. അത് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ അതും ചുമന്നാണ് നടക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഉള്ളിലെ പഴയ അറിവുകളിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഈ ഷാമൻ കാർഡും അതുപോലെ തന്നെ പൂർവികരും നിങ്ങളോട് പറയുന്നത്. അതിനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന സൂചനയാണ് ദ ഹൂഡഡ് മാൻ. അതായത് ദിവസവും കുറച്ചു സമയം ഫോണും മറ്റു ആക്ടിവിറ്റികളും, നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ മനഃപൂർവ്വം നിങ്ങളെ എൻഗേജ് ചെയ്യിച്ച് നിങ്ങൾ നിൽക്കുന്നതാവാം. നിങ്ങളിലേക്ക് ഒന്ന് തനിച്ചിരിക്കാൻ, നിങ്ങളുമായി ഒരു സൗഹൃദം കെട്ടിപ്പടുക്കാനായിട്ട് ഒട്ടും സമയം നിങ്ങൾ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാറ്റിവെച്ചിട്ട്, അതായത് ആ ഫോണും ബാഹ്യലോകവുമായുള്ള ബന്ധങ്ങളും കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താതെ അവയെ തുറന്നു വിടുക, തനിച്ചിരുന്നുകൊണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളത് ജേർണലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് എന്താണോ പറയാനുള്ളത്, നമുക്ക് ഒരു ടോപ്പിക് എടുക്കാം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു, എനിക്ക് എന്തുകൊണ്ട് അത്തരത്തിലൊരു ഇമോഷൻ ഉണ്ടായി, നിങ്ങൾക്ക് അതിനെപ്പറ്റി അസസ് ചെയ്യാം. എന്തുകൊണ്ട് 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 എന്ന് ഓരോ ചോദ്യത്തിനും ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തുമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിലുള്ളത്, അതിനെ ജഡ്ജ് ചെയ്യാൻ ആരും അവിടെ ഇല്ലല്ലോ, നിങ്ങൾ തനിച്ചല്ലേ. അതുകൊണ്ട് അതിനെ അടിച്ചമർത്താതെ അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ എനർജി വെറുതെ കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കാതെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് മുൻഗണന നൽകുക. നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയുക. ഇവിടെ 10 ഓഫ് സ്റ്റോൺസ് വന്നിരിക്കുന്നത് ഹോമിനെയാണ് കാണിക്കുന്നത്, വീടിനെ. ഇവിടെ അതിന്റെ അർത്ഥം ഭൗതികമായ സുരക്ഷിതത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊരു കേവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നതല്ലേ. അതേപോലെ അമ്പലം, ആൽത്തറ പോലെയുള്ള ഒരു ഫിഗർ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നില്ലേ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. കാൽ മണ്ണിൽ ചവിട്ടി, അതായത് നഗ്നപാദത്തോടു കൂടി മണ്ണിൽ ചവിട്ടി നടക്കുക എന്നുള്ളതാണ്, ചെരുപ്പൊന്നുമില്ലാതെ. നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിന് ആവശ്യമായ സുരക്ഷിതത്വം നിങ്ങൾ തന്നെ നൽകുക.
അതായത് ഈ ഷാമൻ എന്ന് പറയുന്ന ഒരു എനർജി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുട്ടിയെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അറിവും കഴിവും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. മാത്രമല്ല നിങ്ങളോടൊപ്പം നിങ്ങളുടെ പൂർവികരുണ്ട്, അവരുടെ അനുഗ്രഹമുണ്ട്, യൂണിവേഴ്സിന്റെ എനർജി ഉണ്ട്, എല്ലാ ടൂൾസും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ എനർജീസ് ഒക്കെ നൽകുന്ന സൂചനകൾ, അല്ലെങ്കിൽ എനർജീസ് ഒക്കെ പ്രസന്റ് ആയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകണമെന്ന് കരുതി ഒന്നിനും ധൃതി കൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ മുറിവുകളെ ഓരോന്നായിട്ട് അഴിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയോട് പറയുക, നമ്മുടെ പഴയ കുടുംബ പാരമ്പര്യത്തിലെ വേദനകൾ ഇനി നമ്മളെ ബാധിക്കില്ല. ഞാൻ നിനക്ക് സുരക്ഷിതമായ ഒരു പുതിയ ജീവിതം തരും. പ്രകൃതിയുടെ ഊർജം ഉൾക്കൊണ്ട് ധൈര്യത്തോടെ നിങ്ങളുടെ പുതിയ തുടക്കത്തിലേക്ക് ചുവടുവെക്കൂ. നിങ്ങളുടെ മനസ്സിലെ, നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടി ചെയ്യുന്ന എന്ത് പിഴവുകളെയും ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഒരു ഉറപ്പ് ആ കുട്ടിക്ക് കൊടുക്കും. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തില്ല, ആ കുട്ടിയെ, ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തില്ലെന്നും തനിച്ചാക്കില്ലെന്നും ആ കുട്ടിയുടെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ സഹായിക്കുമെന്നും ആ കുട്ടിക്ക് ഉറപ്പ് നൽകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞ്, അതിന്റെ ഉള്ളിലുള്ള മുറിവുകൾ ഹീൽ ചെയ്യപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരും. അങ്ങനെ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുമ്പോൾ, ഈ ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും വരാൻ പോകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് തനിയെ നടക്കാൻ വയ്യ, അപ്പോഴാണ് ഞാൻ ഇനി എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ആ കുട്ടിയെ കൂടി പരിചരിക്കുന്നത്. ആ കുട്ടി നിങ്ങൾ തന്നെയാണ്, നിങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കലി മുന്നോട്ട് നടക്കുന്ന ഒരു എനർജി മാത്രമാണ്. നിങ്ങൾ അവിടെ നിൽക്കുകയാണ് ഒറ്റപ്പെട്ട്. അങ്ങനെ നിങ്ങളെ ഒറ്റപ്പെട്ട് ഒരിക്കലും തനിച്ചാക്കി നിങ്ങൾ നടന്നു പോകരുത്. കാരണം നിങ്ങൾ ഭയക്കുകയാണ്, നിങ്ങൾ എവിടെയോ നിൽക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞ്, ഇപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ലേ, വേറെ കുട്ടികൾ ഉണ്ടാവില്ലേ, അതുപോലെ അവരെ ഒറ്റക്കാക്കി നമ്മൾ പോകുമോ? അതുപോലെ നമ്മളെ ഒറ്റക്കാക്കി നമ്മുടെ പാരൻസ് പോയാൽ നമ്മൾ എത്ര വേദനിക്കും. അതുപോലെ നിങ്ങൾ ആ കുട്ടിയുടെ എല്ലാമാണ്. നിങ്ങളാണ് അതിനെ സംരക്ഷിക്കേണ്ടത്. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. ബാക്കി നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. ദ വേൾഡ് ട്രീ, 6 ഓഫ് ആരോസ്, പേജ് ഓഫ് ബോസ്, ക്യൂൻ ഓഫ് ബോസ്, 9 ഓഫ് വെസൽസ്, 10 ഓഫ് ആരോസ്, ദ ഗ്രീൻ വുമൻ, മിറർ കാർഡ് ആദ്യം വന്നത് ഓർക്കുന്നില്ലേ, രണ്ടാമതും വന്നിരിക്കുന്നു, 7 ഓഫ് ആരോസ്. എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു കൂട്ടം കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ക്ലാസിക് ടാരോ ഡെക്കിലുള്ള എംപ്രസിനെ സൂചിപ്പിക്കുന്ന ദ ഗ്രീൻ വുമൻ എന്ന കാർഡും, അതുപോലെ വേൾഡ് കാർഡിന്റെ സൂചകമായിട്ടുള്ള ദ വേൾഡ് ട്രീ എന്ന കാർഡും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിറർ കാർഡ് വന്നിട്ടുണ്ട്. ദ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന 7 ഓഫ് ആരോസ് എന്ന കാർഡ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഇൻസെക്യൂരിറ്റിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ ഈ പറയുന്ന നേരത്തെ കണ്ട എനർജീസിനെയൊക്കെ കൺഫേം ചെയ്യുന്ന തരത്തിലും കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുമെന്ന് ഉറപ്പ് തരുന്ന തരത്തിലുമാണ് ഇവിടെ നമുക്ക് എനർജി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ്, അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിന്റെ മുറിവുകളെ നിങ്ങൾ ഉണക്കുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഭാവി സാഹചര്യങ്ങളെ നോക്കിയാൽ, അതായത് ആ ഹീലിംഗ് നടന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നിങ്ങളെ ഇത്രയും കാലം മാനസികമായി തളർത്തിയ, വേദനിപ്പിച്ച എല്ലാ പഴയ ചിന്തകളും ഭയങ്ങളും പൂർണ്ണമായി അവസാനിക്കാൻ പോവുകയാണെന്നാണ് 10 ഓഫ് ആരോസ് നമ്മളോട് പറയുന്നത്. ഇതിലൊരു കുട്ടിയെ തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ആ കുട്ടി, മുതിർന്ന നിങ്ങൾ ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, ചേർന്ന് നിൽക്കുകയാണ്. ഇനി ഒരു തടസ്സവുമില്ല. ആ ഇൻസ്ട്രക്ഷനോടുകൂടി ഒരു ഇൻസ്ട്രക്ടറെ പോലെ ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു വിഷമവും ഭയവും ഒന്നും ഉണ്ടാവില്ല ആ കുട്ടിക്ക്. ഏറ്റവും അർത്ഥവത്തായ കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളെ പിന്നോട്ട് വലിച്ച ആ ദുർഘടമായ ആ കറുത്ത നാളുകൾക്ക് ഇവിടെ വിരാമമാകുന്നു എന്നർത്ഥം. അവിടെ നിന്നും മനസ്സിന് സമാധാനം നൽകുന്ന ശാന്തമായ ഒരു പുതിയ തീരത്തേക്ക്, ഈ 6 ഓഫ് സോഡ്സിന്റെ കാർഡാണിത്, 6 ഓഫ് ആരോസ്. ഒരു ട്രാൻസിഷൻ കണ്ടോ, പ്രശ്നങ്ങളിൽ നിന്നും
ശാന്തമായ ഒരു പുതിയ തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം തുഴഞ്ഞു നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിക്കും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളും പുതിയ ആശയങ്ങളും ഒരു കൊച്ചുകുട്ടിയെ പോലെ ജീവിതത്തെ കൗതുകത്തോടെ നോക്കിക്കാണാനുള്ള ഒരു പുതിയ ഊർജ്ജവും, അതായത് ഭയമൊക്കെ മാറും. കുട്ടികൾക്ക് അങ്ങനെ വലിയ ഭയമൊന്നുമില്ല. എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം അവർക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഫിയർലെസ് ആയിട്ട് വലിയൊരു എനർജിയോട് കൂടി മുന്നോട്ട് പോകാനായിട്ട്, ഒരു യങ് എനർജിയോട്, കുട്ടിയുടെ എനർജിയോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യമാണ് ഈ പേജ് ഓഫ് ബോസ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു കുട്ടിയുടെ ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച മാനസിക സന്തോഷവും സംതൃപ്തിയും 9 ഓഫ് കപ്സ് ആണ് ഈ 9 ഓഫ് വെസൽസ്. ജനറസ് ആയിട്ട്, അബണ്ടന്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത്ര വലുതായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ വലിയൊരു വിപ്ലവം അല്ലെങ്കിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മിറർ കാർഡ് വീണ്ടും വന്നിരിക്കുന്നത് നേരത്തെ കണ്ട പോലെ ഒരു മിറർ കാർഡ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു ഭയത്തോടെ, അതായത് ഞാനിപ്പോ ഇതെന്തായാലും എടുത്തു തെറ്റുപറ്റിയാണ് ഇതെടുത്ത് ഉയർത്തിയതെങ്കിലും ഈ ഇൻസെക്യൂരിറ്റിയെ കാണാൻ വേണ്ടിയിട്ടല്ല മിററിലൂടെ. സ്വന്തം കുറവുകളെയും മുറിവുകളെയും സ്നേഹത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഈ മിറർ കാണിക്കുന്നത്. ഇനി ഇൻസെക്യൂർ ആവേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ ഇനി നിങ്ങളെ മാനസികമായിട്ട് തളർത്താനായിട്ട് കഴിയുന്ന തരത്തിലുള്ളവയാകില്ല. കാരണം നിങ്ങൾ ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നൊക്കെ കരകയറിയിട്ടുണ്ടാകും. നല്ല മാനസികമായിട്ട് ശക്തനുമായിട്ടൊക്കെ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങളെ ചതിക്കാൻ നോക്കുന്നവരുടെ തന്ത്രങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും നിങ്ങളുടെ മനസ്സ് പാകപ്പെടും. അപ്പോൾ ഈ ഹീലിംഗിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഉണരാൻ പോകുന്ന ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് എംപ്രസ് എനർജിയാണ്, ദ ഗ്രീൻ വുമൻ. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ബോസ് ഇവിടെ വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൺസ് ഉണ്ടോ, ആത്മവിശ്വാസത്തിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും സർഗാത്മകതയുടെയും ഒരു വലിയ ഉറവ ഉണരുമെന്നാണ് ഇത് കാണിക്കുന്നത്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ, ഈ എംപ്രസ് കാർഡിനെ പറ്റി നമുക്കറിയാലോ, ഒരു അമ്മയുടെ മാതൃത്വത്തിന്റെ ഒരു കരുതലിന്റെ നർച്ചറിങ്ങിന്റെ കാർഡാണത്. ആ ഒരു രീതിയിലേക്ക് കുട്ടിയെ കൈവിടാതെ, കുട്ടിയോടൊപ്പം ഒരു അമ്മ കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ പരിപാലിക്കുന്ന രീതിയിലേക്ക്, നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിയുമെന്നുള്ളതാണ് ഇത്. അത് എത്ര കൺഫേം ചെയ്യുന്ന എനർജിയാണെന്ന് നോക്കൂ. വളരെ ആകർഷകവും ആത്മവിശ്വാസമുള്ളതും സ്വതന്ത്രവുമായ ഒരു വ്യക്തിയായി അല്ലെങ്കിൽ വ്യക്തിത്വമായി നിങ്ങൾ മാറും. നിങ്ങളുടെ ലുക്കിലൊക്കെ വലിയ മാറ്റം വരും. ഡ്രസ്സിങ്ങിൽ, പേഴ്സണാലിറ്റിയിലൊക്കെ വലിയ മാറ്റം ആളുകൾക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു വഴികാട്ടിയാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു പ്രോസസ്സിന്റെ ആത്യന്തികമായ ഒരു ഫലം എന്ന് പറയുന്നത് ഈ വേൾഡ് ട്രീ കാർഡാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് യാത്ര പൂർണ്ണമായ വിജയത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് യൂണിവേഴ്സിനോട് കണക്ട് ചെയ്യപ്പെടും, ഒന്ന് ഗ്രൗണ്ട് ചെയ്യപ്പെടും. താഴത്തേക്ക് കാർഡ് വീണ കണ്ടില്ലേ, ഗ്രൗണ്ട് ചെയ്യപ്പെടും, ഗ്രൗണ്ടഡ് എനർജി ആകും. ജീവിതത്തിൽ ഒരു സമ്പൂർണതയും ലക്ഷ്യബോധവും എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ശാശ്വതമായ സമാധാനവും നിങ്ങൾക്ക് കൈവരും. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ലയിക്കും. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ പഴയ വേദനകളുടെ അധ്യായം പൂർണ്ണമായി അടച്ചുപൂട്ടുക. മുന്നിലുള്ള പുതിയ ആകാശത്തേക്ക് ധൈര്യത്തോടെ നോക്കുക. നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനോട് സംസാരിക്കുക. എന്താണ് നിങ്ങളെ വേദനിപ്പിച്ച കാര്യം? എന്തു തന്നെ ആയാലും, എന്തു തന്നെ ഭയമാണ് ആ കുഞ്ഞ് പേറുന്നതെങ്കിലും, എന്തു തന്നെ ഇൻസെക്യൂരിറ്റി ആണുള്ളതെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചേക്കൂ. കാരണം ആ കുഞ്ഞിന് നിങ്ങളുണ്ടെന്ന് പറയുക. നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയുക. ഇനി നമുക്ക് സന്തോഷമായി ജീവിക്കാമെന്ന ഉറപ്പ് ആ കുഞ്ഞിന് കൊടുക്കുക. യൂണിവേഴ്സിന്റെയും പ്രകൃതിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഈ പുതിയ ജീവിതത്തിൽ നിങ്ങളെ ഒരു പുതിയ പ്രകാശമായിട്ട് മാറ്റി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ റീഡിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.